പവർ ഓഫ് അറ്റോർണി വഴിയാണ് ഏജന്റ് ആക്കുക പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസിനെല്ലാം. ചില സ്റ്റേറ്റിൽ പവർ ഓഫ് അറ്റോർണി വിത്ത് റെസ്പെക്ട് ടു what you call for the purpose of transferring immovable property, it is a compulsorily registrable document. ചില സ്റ്റേറ്റിൽ അല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇറ്റ് ഈസ് നോട്ട് ടു ബി രജിസ്റ്റേർഡ്. അതേസമയം മഹാരാഷ്ട്രയിലാണെങ്കിൽ ദാറ്റ് സച്ച് കൈൻഡ് ഓഫ് എ പവർ ഓഫ് അറ്റോർണി നീഡ്സ് കമ്പൽസറി രജിസ്ട്രേഷൻ. It depends on state to state. That Registration Actന്റെ ലോക്കൽ സ്റ്റേറ്റ് അമെൻമെന്റ് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കോമ്പീറ്റന്റ് ടു ട്രാൻസ്ഫർ. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഓറൽ ട്രാൻസ്ഫർ, നമുക്ക് പ്രോപ്പർട്ടി ക്യാൻ ബി ഓറലി ട്രാൻസ്ഫേർഡ് വെൻ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അണ്ടർ ലോ ഓർ വെൻ ഇറ്റ് ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ് അണ്ടർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ സെക്ഷൻ 9 ഈ ഒരു ഓറൽ ട്രാൻസ്ഫർ പറഞ്ഞത്. ഓറൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി മേ ബി മെയ്ഡ് വിത്തൗട്ട് റൈറ്റിംഗ് ഇൻ കേസ് ഇൻ വിച്ച് എ റൈറ്റിംഗ് ഈസ് നോട്ട് എക്സ്പ്രസ്ലി റിക്വയർഡ് ബൈ ലോ. അതായത് ലോയിൽ റൈറ്റിംഗ് വേണ്ട എന്നുള്ള സ്ഥലത്തെല്ലാം നിങ്ങൾക്ക് ഓറലി പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോ, ഫോർ എക്സാമ്പിൾ രജിസ്ട്രേഷൻ ആക്ടിലും ഈവൻ TP ആക്ടിലും തന്നെ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ ആക്ടിൽ സെക്ഷൻ 17 വളരെ വ്യക്തമായിട്ടുള്ളൊരു എൻട്രി. സെക്ഷൻ 17 എന്ന് പറഞ്ഞാൽ കമ്പൽസറിലി രജിസ്ട്രേഷൻ വേണ്ട ഡോക്യുമെന്റ്സ് ആണ്. ഡോക്യുമെന്റ് വിച്ച് നീഡ് കമ്പൽസറി രജിസ്ട്രേഷൻ വേണ്ട ഡോക്യുമെന്റ് ഇറ്റ് ഹാസ് ടു ബി ഇൻ എ റിട്ടൺ ഫോം. രജിസ്ട്രേഷൻ വേണ്ട റൈറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അത് സെക്ഷൻ 17 പറയുന്നത് എനി അതർ ദാൻ വിൽ, ഒരു ടെസ്റ്റമെന്ററി ഇൻസ്ട്രുമെന്റ് അല്ലാതെ എല്ലാ ഇൻസ്ട്രുമെന്റ് വിച്ച് എക്സ്റ്റിങ്വിഷസ്, ക്രിയേഴ്സ്, ട്രാൻസ്ഫേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഹാസ് ടു ബി രജിസ്റ്റേർഡ് ഇഫ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് മോർ ദാൻ ₹100. 100 രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ബി ഓൺലി ബൈ വേ ഓഫ് എ രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെന്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ ട്രാൻസ്ഫർ നടത്താം, പക്ഷെ അങ്ങനെ നടത്തുമ്പോഴത്തേക്കും 100 രൂപയിൽ വാല്യൂയിൽ കുറവുള്ള പ്രോപ്പർട്ടിക്ക് മാത്രമേ നമുക്കൊരു ഓറൽ ട്രാൻസ്ഫർ നടത്താൻ പറ്റുള്ളൂ. ഇത് സെക്ഷൻ 17. അതേ സാധനം തന്നെ TP ആക്ടിൽ സെയിൽ, സെക്ഷൻ 54 സെയിൽ, സെക്ഷൻ 59 മോർഗേജ്, സെക്ഷൻ 107 ലീസ്, സെക്ഷൻ 123 ഗിഫ്റ്റ്, ഇവിടെ എല്ലാം ലീസിന്റെ വിട്ടിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം ഈ കൺസെപ്റ്റ് കവേർഡ് ആണ്. സെയിൽ ആണെങ്കിൽ 100 രൂപ താഴെ ഉള്ളതാണെങ്കിൽ റൈറ്റിംഗ് വേണ്ട, 100 രൂപ മുകളിലുള്ളതാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. ഗിഫ്റ്റ് ആണെങ്കിലും 123 പറയുന്നുണ്ട് 100 രൂപ കൂടുതലാണെങ്കിൽ ദ ഗിഫ്റ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ത്രൂ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. ഇതെല്ലാം പറയുന്നുണ്ട്. ലീസിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ. നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മതി, എപ്പോഴും ലീസൊക്കെ 11 മാസത്താണ് സാധാരണഗതിയിൽ ആൾക്കാർ എഴുതുക. അതിന്റെ കാരണം 1 ഇയർ മേലോട്ടുള്ള ലീസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ബൈ വേ ഓഫ് എ രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെന്റ്. അങ്ങനെ രജിസ്ട്രേഷൻ നിർബന്ധമായതുകൊണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ, എല്ലാ നാട്ടിലും സാധാരണഗതിയിൽ ലീസ് എല്ലാം 11 മാസത്തേക്ക് വെക്കുന്നതിന്റെ കാരണം അതാണ്. നമ്മൾ പോയി രജിസ്റ്റർ ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പം അതും ഓറൽ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓറൽ വെക്കുമ്പം തെളിവില്ല, പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ആൾക്കാർ റൈറ്റ് ചെയ്യുന്നത്. പക്ഷേ രജിസ്ട്രേഷൻ അവോയ്ഡ് ചെയ്യാം ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ദ ടെനർ ഈസ് ലെസ് ദാൻ 1 ഇയർ. അപ്പം അല്ലാത്തപ്പം ഈ ചെറിയ ഒരു അങ്ങനത്തെ കാര്യത്തിൽ മാത്രമേ അപ്പം ഓറൽ ട്രാൻസ്ഫർ പറ്റുള്ളൂ. ഇനി നോർമൽ കേസിൽ ഈ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫർ, നമ്മളൊരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എപ്പോഴാണ് അത് വെസ്റ്റ് ചെയ്യാതെ അടുത്ത ആളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലെസ് ദർ ഈസ് എ കോൺട്രറി what you call opinion or contrary condition which is it's there in the deed, property vesting happens forthwith. Transfer ചെയ്യുമ്പോൾ തന്നെ right will be vested in the other party if there is no other condition subsequent or something like that. In the absence of such a condition, in the absence of conditions subsequent, the property will be forthwith vested in the other party, the transferring. ആരാണോ വിൽക്കുന്ന അയാളുടെ പേര് പറയുന്ന പേര് ട്രാൻസ്ഫറർ, ആർക്കാണോ കിട്ടുന്നത് അവർ ട്രാൻസ്ഫറി ആണ്. അത് സെക്ഷൻ 8 പറയുന്ന കാര്യമാണ്. പിന്നെ എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. നോർമലി നമ്മളൊരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പം, വസ്തു ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിൻ്റെ അകത്തുള്ള ഒന്നും എഴുതിയില്ലെങ്കിൽ പോലും അതിൻ്റെ അകത്തുള്ള കൺസ്ട്രക്ഷൻസ്, മരം, ട്രീസ്, കണക്റ്റഡ് ഈസ്മെൻറ്റ്സ്, നേരത്തെ പറഞ്ഞ ഈസ്മെൻറ്റ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇറ്റ് ഗോ along with the property. പ്രോപ്പർട്ടിയുടെ കൂടെ, unless there is a contrary intention, it goes everything goes with the property. അപ്പം അത് ആണ്
സെക്ഷൻ 8. ഇനി വരുന്നൊരു സാധനം അല്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സെക്ഷൻ 10. സെക്ഷൻ 10ൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 10ഉം 11ഉം അതിൻ്റെ ഒരു നമ്മൾ പ്രാക്ടിക്കലി ഒക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്. So 10 says that, see, suppose one person transfers absolutely a property to another person. നമ്മളൊരു ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പം and we put a condition that there is an absolute restriction in that person transferring the property to another party. അങ്ങനെ ഒരു കണ്ടീഷൻ ഇടുവാണ്. Suppose when I sell the property, I am telling the transferee that, so see, I'm selling the property to you, but you cannot sell it to anyone else. So there is an absolute restriction in transfer of the property by the transferee. If I put such a condition, then the legal effect will be that condition will be void and the transfer shall take effect as if there is no such condition. അതാണ് സെക്ഷൻ 10 പറയുന്നത്. സെക്ഷൻ 10ൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അബ്സല്യൂട്ട് ആയിട്ട് നിങ്ങൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇഫ് ദർ ഈസ് എനി അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻ, restricting the transferee from giving it to, disposing it to other parties or disposing the property, then അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല എന്നുള്ള രീതിയിൽ the transfer, it will not affect the transfer will definitely take effect as if no such condition is prescribed therein, because that such a condition is void as per section 10 of the act. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിൽ ഞാൻ കാര്യം പറയാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ടത്തെ കാലത്ത് ഈ ഗിഫ്റ്റ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പലപ്പോഴും ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ 2 മക്കളുള്ളപ്പോഴത്തേക്കും ഒരു മോക്കാണ് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ പറയും, see, when you want to sell it, you cannot sell it to any person outside the family. നിങ്ങൾക്കിത് വിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കകത്ത് മാത്രമേ ഈ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റുള്ളൂ, വെളിയിൽ ആർക്കും വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇട്ടെന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ അത് ഡിസിഷനും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓരോരോ കേസിൻ്റെ സർക്കംസ്റ്റൻസ് ഡിഫറൻറ്റ് ആവുന്നതനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻ. ആരും അബ്സല്യൂട്ട് നിങ്ങൾക്ക് വിൽക്കാനേ പാടില്ല എന്ന് പറയുന്നില്ല. ദ റെസ്ട്രിക്ഷൻ ഈസ് പാർഷ്യൽ. സോ ഡിസിഷൻസ് ആർ ദെയർ വേർ പാർഷ്യൽ റെസ്ട്രിക്ഷൻസ് ആർ പെർമിറ്റഡ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൻ്റെ അകത്ത് പറയുവാണ് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിന് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഡിസ്പോസ് ചെയ്യാം, പക്ഷേ നിങ്ങളിത് വെളിയിൽ ഒരാൾക്കും ഡിസ്പോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് കണ്ടീഷൻ ഈസ് വാലിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസിഷൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻ 10ൽ ദ വേർഡ് അബ്സല്യൂട്ട് ഈസ് യൂസ്ഡ്. ഇതിൻ്റെ അകത്ത് അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. സി അബ്സല്യൂട്ട്ലി റെസ്ട്രിക്റ്റിംഗ് ദി അതർ പാർട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അബ്സല്യൂട്ട്ലി റെസ്ട്രെയിനിങ് ദ ട്രാൻസ്ഫറിങ്. ആ അബ്സല്യൂട്ട്ലി എന്നുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പാർഷ്യൽ റെസ്ട്രിക്ഷൻസ് പറ്റും എന്നാണ് കോർട്സിൻ്റെ ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻസ് വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വോയിഡ്, ഇൻവാലിഡും അല്ല വോയിഡാണ് അത്. ഇനി ഇതിൻ്റെ അത് 2 എക്സംഷൻ പറയുന്നു സെക്ഷനിൽ തന്നെ പറയുന്നത്. ഒന്ന് ലെസ്സി, നമ്മൾ ലീസ് ചെയ്യുമ്പം നമുക്ക് ലെസ്സിയുടെ അടുത്ത് പറയാം ഡേ യു കനോട്ട് സബ്ലെറ്റ് ദ പ്രോപ്പർട്ടി. ലെസ്സിക്ക് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ലെസ്സിയുടെ റൈറ്റ് ആണ്. ലെസ്സിയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ലെസ്സി എന്നുള്ള റൈറ്റ് ആണ്. ലെസ്സി വേറെ ഒരു തന്നെ സബ്ലെറ്റ് ചെയ്യാന്നുള്ള റൈറ്റ് ആണ് അവനുള്ളത്. അപ്പോൾ അതെനിക്ക് 100% എനിക്ക് റെസ്ട്രിക്ട് ചെയ്യാം. ലെസ്സി, സി ഐ ആം ദി ലെസർ, ഐ എം ഗിവിങ്, ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തരുവാണ്, അത് സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ യു കനോട്ട് സബ്ലെറ്റ് ഇറ്റ് വിത്തൗട്ട് മൈ പെർമിഷൻ. നിങ്ങൾക്ക് സബ്ലെറ്റ് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുഴപ്പമില്ല, കാരണം ബിക്കോസ് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ലെസ്സിക്ക് ഉള്ള റൈറ്റ് ഇതിൽ എക്സംപ്റ്റഡ് ആണ്. അതേപോലെ ഒരു ഹിന്ദു വുമൻ, എനി വുമൻ അതർ ദാൻ ഹിന്ദു, മുഹമ്മദൻ, ബുദ്ധിസ്റ്റ് അല്ലാത്തൊരു ലേഡിക്കും ഇത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 2 റെസ്ട്രിക്ഷൻസ് ആണ് സെക്ഷൻ 10ൽ ഒരു എക്സംഷൻ പറഞ്ഞേക്കുന്നത്. ഒന്ന് ലെസ്സിയുടെയും ഒന്ന് ഈ വിമൻ്റെയും. അപ്പം ഇതാണ് സെക്ഷൻ 10. സെക്ഷൻ 11ഉം ഇതേപോലെ ഒരു വളരെ ഇതേപോലത്തെ ഒരു സാധനമാണ്. സി ഇറ്റ് മീൻസ് ദാറ്റ് വെൻ യു സെൽ എ പ്രോപ്പർട്ടി and you impose a condition with respect to the mode of usage of the property transferred, then that condition is also invalid എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 11. അതായത് നമ്മൾ വസ്തു വിൽക്കുമ്പോൾ അയാളുടെ അടുത്ത് പറയാം, നിനക്ക് ഞാൻ ഈ വസ്തു തരുവാണ്, നിനക്കിതിൽ എന്താ ചെയ്യുക, ഇന്ന കാര്യമാണ്, നിനക്ക് ഇവിടെ നീ മാത്രമേ ഇവിടെ താമസിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നീയും നിന്റെ ഫാദർ മാത്രമേ ഇവിടെ താമസിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാനിത് നിനക്ക് സെല്ല് ചെയ്യുവാണ്, സമൃദ്ധിയെ കൊള്ളാം, ഐ എം സെല്ലിംഗ് ഇറ്റ് ദ പ്രോപ്പർട്ടി ടു യു, ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ഓൺലി ഫോർ കീപ്പിംഗ് സം സം പർട്ടിക്കുലർ വുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കാം. അപ്പം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ, യൂസേജിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സച്ച്
restriction is also invalid. അപ്പം the other party will get the right, ഇത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു invalid condition ഇല്ലാത്ത രീതിയിൽ he can enjoy the property. The transfer is valid as if there is no such condition in the deed of transfer. ട്രാൻസ്ഫറിൽ ഡീഡില്ല. അപ്പം എങ്ങനെ എൻജോയ് ചെയ്യണം എന്നുള്ളതും ട്രാൻസ്ഫററിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ല, ഡിക്റ്റേറ്റ് ചെയ്യാൻ ഉള്ള റൈറ്റ് ഇല്ല, ഡിക്റ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ ആദ്യം പറഞ്ഞ് വിൽക്കുമ്പം മറ്റൊരാളുടെ അടുത്ത് വിൽക്കരുത്, ഡിസ്പോസ് ചെയ്തെന്ന് പറയാനും പറ്റില്ല. സെക്ഷൻ 11 വരുമ്പോഴത്തേക്കും മോഡ് ഓഫ് യൂസേജിൽ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനും പാടില്ല. ഇനി ഇതിനും ഒരു എക്സംഷൻ ഉണ്ട്. ഈ മോഡ് ഓഫ് യൂസേജിന്റെ എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if that is for the beneficial enjoyment of the other part of the land. See, ഇപ്പോൾ ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയുടെ ഒരു ഹാഫ് പകുതി, എനിക്ക് 10 സെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ 5 സെൻറ്റാണ് ഞാൻ വിൽക്കുക എന്ന് വെച്ചു. അപ്പോൾ ഈ 5 സെൻറ്റ് വിൽക്കുമ്പോൾ എനിക്ക് പറയാം ശരി നീ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പ്രോപ്പർട്ടിയിൽ, ബിക്കോസ് ദാറ്റ് വിൽ അഫക്ട് മൈ പ്രോപ്പർട്ടി. അപ്പം അങ്ങനെ ഉള്ള അങ്ങനെ ഒരു എക്സംഷൻ സെക്ഷൻ 11 it's permitted. If such direction has been made in respect of one piece of immovable property for the purpose of securing the beneficial enjoyment of the other piece of immovable property, nothing in this section shall be applicable. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുമ്പോൾ നമുക്ക് മോഡ് ഓഫ് യൂസേജ് അവനടുത്ത് പറയാൻ പാടില്ലെങ്കിൽ പോലും ഇത് മറ്റ് അതിൻ്റെ കൂടെ കിടക്കുന്ന പ്രോപ്പർട്ടിയുടെ ബെനിഫിഷ്യൽ എൻജോയ്മെന്റിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് സെക്ഷൻ 11 പറയുന്ന റെസ്ട്രിക്ഷൻ. അപ്പം ഇത്രയാണ്. ഇറ്റ്സ് ഓൾറെഡി 30 minutes, സോ വിൽ വൈൻഡ് അപ്പ് ഫോർ ദ ഡേ. ഇനി എനിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ശ്രീദത്തിൻ്റെ അടുത്ത് ആർക്കെങ്കിലും നിങ്ങൾ ഇതിപ്പം നമ്മളൊരു ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പേസിലാണ് പോകുന്നത്, അപ്പോൾ ആ സ്പീഡ് മതിയോ അതോ സ്പീഡ് കൂട്ടണോ, എന്താ കൂടുതൽ എക്സ്പ്ലനേഷൻ കൂടി പോകുന്നുണ്ടോ അതോ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രീദത്തിൻ്റെ അടുത്ത് ആർക്കെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അക്കോർഡിംഗ്ലി വി ക്യാൻ മേക്ക് ദ ചേഞ്ച്. So thank you for the day. Any doubt, anything which requires clarification, you can sir ഒരു ഡൗട്ട് ഉണ്ട്. സർ ആ സെക്ഷൻ 11 റിഗാർഡിംഗ് ആണ്. ഇപ്പൊ ചില അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ലീസ് ചെയ്യാൻ നേരത്ത് ബാച്ചിലേഴ്സിന് റെന്റ് ചെയ്യില്ല, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കില്ലേ, അത് ഇതിന്റെ ഇതിൽ വരുമോ? അല്ലല്ല, അത് ഇതിൽ വരില്ല. കാരണം അതിൻ്റെ അകത്ത് അത് അവിടെ ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. അതെൻ്റെ ഇഷ്ടമാണ്. ഞാൻ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ആർക്ക് ലീസ് ചെയ്യണം വേണ്ട എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണല്ലോ, എൻ്റെ പ്രോപ്പർട്ടി അല്ലേ. നോബഡി ക്യാൻ ഡിക്റ്റേറ്റ് ഞാൻ ആർക്ക് വിൽക്കണം ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ കൊടുത്തിട്ടില്ല, അവിടെ ട്രാൻസ്ഫർ ഒന്നും നടന്നിട്ടില്ല. ഐ ആം തിങ്കിങ് അബൌട്ട് എ ട്രാൻസ്ഫർ, സോ ഐ വോണ്ട് XYZ ബട്ട് ഐ ഡോണ്ട് വാണ്ട് ABC. സോ ദാറ്റ്സ് പെർഫെക്റ്റ്ലി മൈ റൈറ്റ്. നത്തിങ് ടു ഡു വിത്ത് സെക്ഷൻ 11, 12, 10. അവിടെ ഞാൻ ഇതൊന്നും എന്താ പറയുക, അതിൻ്റെ അകത്ത് ഞാൻ ട്രാൻസ്ഫർ നടത്തിയിട്ടില്ല. ട്രാൻസ്ഫർ നടത്തിയിട്ട് നിങ്ങൾ ഇന്ന പ്രത്യേക രീതിയിൽ ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം പേര് ആൻ എന്നാണോ? സോ ആൻ ഇപ്പം ഞാൻ എൻ്റെ പ്രോപ്പർട്ടി വിൽക്കുവാണ്, എൻ്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഞാൻ വിറ്റിട്ട് പറയുവാണ്, ആൻ ഇതിൻ്റെ അകത്ത് എന്താണ് പച്ചക്കറി കൃഷി ചെയ്യാൻ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സെല്ല് ചെയ്യുമ്പോൾ പറയുവാണ് പച്ചക്കറി കൃഷി ചെയ്യാൻ മാത്രമേ പാടുള്ളൂ, വേറെ ഒരു പരിപാടിക്കും ഇത് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ റെസ്ട്രിക്ഷൻ വിച്ച് കംസ് വിത്തിൻ ദ ആംബിറ്റ് ഓഫ് സെക്ഷൻ 11. സെക്ഷൻ ഈസ് ഇൻവാലിഡ് ആൻഡ് you will get the transfer, you will get the property as if there is no such restriction. Mode of usage ആണ്. ഓക്കേ സർ. യാ സർ ഈ ലെവലിൽ തന്നെ ഇപ്പോൾ സപ്പോസ് ഒരു ലീസ് കൊടുത്താൽ തന്നെ അതിലെ നമ്പേഴ്സ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ? ലീസ് അത് പറ്റും കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്ര പേര് താമസിക്കുന്നുള്ളതാണോ? അതെ. അത് എൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ അത് അപ്ഫ്രണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതാണ്. ലീസ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ വ്യത്യാസം, കാരണം അതിൻ്റെ അകത്തും ബെനിഫിഷ്യൽ എൻജോയ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ 10 പേരാണ്ട് താമസിച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ തന്നെ ബെനിഫിഷ്യൽ എൻജോയ്മെൻറ്റിനെയൊക്കെ അത് ബാധിക്കും. പിന്നെ ലീസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ലീസിൻ്റെ ടേംസ് പാർട്ടീസ് ക്യാൻ സെറ്റിൽ, കറക്റ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലീസിൻ്റെ അകത്ത് അത് വലിയ പ്രശ്നം വരുന്നില്ല. അല്ലാത്ത ട്രാൻസ്ഫറിലാണ് ഈ ഒരു പ്രോബ്ലംസ് വരുന്നത്. Different news reported in Hindu, which I consider it has a constitutional importance. And the second issue reported by this Hindu, which is I think is a constitutional